നടി ആക്രമിച്ച കേസിൽ അപ്പീൽ പോകാൻ സർക്കാർ അനുമതി. ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെയാണ് അപ്പീൽ നൽകുക. സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് ജനം ടിക്ക്. ഫസ്റ്റ് ഓൺ ജനം വിശദാംശങ്ങളുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, ഈ നടിയെ ആക്രമിച്ച കേസിൽ അപ്പീലിന് പോകാനാണ് ഇപ്പോൾ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, കഴിഞ്ഞ ദിവസമാണ് ദിലീപിനെ വെറുതെ വിട്ട കോടതി ഉത്തരവിനെതിരെ അപ്പീൽ പോകണമെന്ന നിർദ്ദേശം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സർക്കാരിന് നൽകിയത്. മാത്രമല്ല, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇതിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നീതിയുക്തമായ ഒരു വിധിയല്ല ഉണ്ടായിരുന്നത്, നീതിപൂർവമല്ല കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ കോടതി കൈകാര്യം ചെയ്ത രീതി തീർത്തും ശരിയല്ലാത്തതും പക്ഷപാതപരവും നീതിയുക്തമല്ലാത്തതുമാണ് എന്നാണ് പ്രോസിക്യൂഷൻ സർക്കാരിന് സമർപ്പിച്ചിരുന്ന റിപ്പോർട്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്, ഈ നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഏതായാലും ഇപ്പോൾ അപ്പീൽ പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനുള്ള അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു. 8ാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ടാണ് അപ്പീൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. ഇതിനുള്ള അനുമതിയാണ് നിലവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 8-നാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ട് അന്നത്തെ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായിരുന്ന ഹണിയം വർഗീസ് കേസിൽ വിധി പറഞ്ഞത്. 1 മുതൽ 6 വരെ പ്രതികളായ പൾസർ സുനി ഉൾപ്പെടെയുള്ളവർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ദിലീപ് ഉൾപ്പെടെ 4 പേരെ വെറുതെ വിട്ടത്. ഇതിനെതിരെ അപ്പീൽ പോകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇതിനുശേഷമാണ് സർക്കാർ വിശദമായി ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയത്. ഈ നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇപ്പോൾ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ വേഗത്തിലാക്കാൻ തന്നെയാണോ സർക്കാരിന്റെ നിർദ്ദേശവും? തീർച്ചയായും അത്തരമൊരു നിർദ്ദേശം കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി, അതായത് കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്റെ നിയമോപദേശം നൽകുന്നു. ഈ നിയമോപദേശത്തിലാണ്, അതായത് മേൽക്കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ദിലീപ് ഉൾപ്പെടെയുള്ളവർക്ക് ശിക്ഷ ലഭിക്കാനുള്ള എല്ലാ തെളിവുകളും കൈവശമുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ മേൽക്കോടതിയെ സമീപിക്കണം, ഹൈക്കോടതിയിൽ അപ്പീൽ നൽകണം എന്ന നിയമോപദേശം കഴിഞ്ഞ ദിവസമാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നൽകിയത്. മാത്രമല്ല, ഈ നിയമോപദേശത്തിലാണ് നിലവിൽ ശിക്ഷ വിധിക്കുകയും ദിലീപിനെ വെറുതെ വിടുകയും ചെയ്ത ജഡ്ജിക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ തള്ളിക്കളഞ്ഞതുമായി ബന്ധപ്പെട്ടായിരുന്നു വിമർശനം പ്രധാനമായും ഉയർന്നത്. ആ തള്ളിക്കളയുന്നതിനുള്ള ന്യായങ്ങൾ ദുർബലമാണ്, നീതിപൂർവമല്ല ഈ കോടതി ഇക്കാര്യങ്ങൾ പരിഗണിച്ചത്, പ്രോസിക്യൂഷൻ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞത് നീതിയുക്തമല്ല എന്നാണ് പ്രധാനമായും ഈ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരുന്ന നിയമോപദേശത്തിൽ ഉണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എത്രയും വേഗം അപ്പീൽ സമർപ്പിക്കണമെന്ന നിർദ്ദേശം കൂടി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നു. ഈ വാദം അല്ലെങ്കിൽ ഈ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച നിയമോപദേശം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് നിലവിൽ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇന്ന് ഉത്തരവ് പുറത്തിറക്കുകയായിരുന്നു. ഉടൻ തന്നെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുകയും ചെയ്തതിനുള്ള സർക്കാർ അനുമതി ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്നു. സുരേഷ്, രാജ്യം പറഞ്ഞ പോലെ തന്നെ ആഭ്യന്തര വകുപ്പാണ് ഇത് സംബന്ധിച്ച അനുമതി നൽകിയിരിക്കുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ നിയമോപദേശം ലഭിക്കുകയുമുണ്ടായി. ഈ ഘട്ടത്തിൽ നടപടികളുമായി ഏത് തരത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന് നിയമോപദേശം ലഭിച്ചത്. ഇപ്പോൾ രാജ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെയാണ് ഈ അപ്പീൽ നൽകുക. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നിയമോപദേശത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയായിരുന്നു രാജീവ്? സുരേഷ്, പ്രധാനമായും നിയമോപദേശത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ പൂർണ്ണമായും നേരത്തെ കോടതി തള്ളിക്കളഞ്ഞിരുന്നു. ഈ തെളിവുകൾ നിലനിൽക്കില്ല, ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നായിരുന്നു പ്രധാനമായും ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ട് കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നത്. ഇതിനെതിരെയാണ് പ്രോസിക്യൂഷൻ വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷൻ തെളിവുകൾ സമർപ്പിച്ചതും അത് തള്ളിക്കളഞ്ഞതുമായ കാര്യങ്ങൾ നിലനിൽക്കുന്നതല്ല. ഈ കോടതി ഉത്തരവിലെ ന്യായങ്ങൾ ദുർബലമാണ്, അത് നീതിപൂർവമല്ല, അതായത് ഇരയ്ക്ക് നീതി നൽകുന്ന രീതിയിലല്ല കോടതിയുടെ ഭാഗത്തു നിന്നും നടപടികൾ ഉത്തരവുണ്ടായത് എന്നായിരുന്നു പ്രോസിക്യൂഷൻ പ്രധാനമായും ഈ നിയമോപദേശത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ കോടതി കൈകാര്യം ചെയ്ത രീതി ശരിയല്ലാത്തതും അതുപോലെ തന്നെ പക്ഷപാതപരവും നീതിയുക്തമല്ലാത്തതുമാണ് എന്നും പ്രോസിക്യൂഷൻ ഈ നിയമോപദേശത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രത്യേകിച്ച് കാരണമൊന്നും പറയാതെ തന്നെ പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം കോടതി തള്ളിക്കളയുകയായിരുന്നു. 1ാം പ്രതിയായിരുന്ന പൾസർ സുനിയെ ദിലീപുമായി ബന്ധിപ്പിക്കുന്ന ചില കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത് നിയമപരമായി നിലനിൽക്കില്ല. അപ്രസക്തമായ വിഷയങ്ങളിലുള്ള ചർച്ചയും വിചാരണ കോടതി ജഡ്ജിയുടെ കേസിലെ 8-15 പ്രതികളുടെ അഭിഭാഷകരുടെ വീഴ്ചകൾക്കുള്ള ന്യായീകരണം ഉൾപ്പെടുത്തിയാണ് 1709 പേജുള്ള വിധി. ഇത് അനാവശ്യവും വായിച്ച് മനസ്സിലാക്കാൻ പോലും ബുദ്ധിമുട്ടുള്ളതാണെന്നും നിയമോപദേശത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ നിയമോപദേശം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നിലവിൽ സർക്കാർ എത്തിയിരിക്കുന്നത്. അതായത് എത്രയും വേഗം മേൽക്കോടതിയെ സമീപിക്കണം എന്ന നിയമോപദേശമാണ് സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട്
ദിലീപിനെ വെറുതെ വിട്ട ഉത്തരവുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള നടപടികൾ പൂർത്തിയാക്കണം, ദിലീപിന് ശിക്ഷ വാങ്ങി നൽകുന്നതിന് ആവശ്യമായ നടപടികൾ വേണം എന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്ന വാദങ്ങളിലും, അതായത് ദിലീപ് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങളും തെളിവുകളുമെല്ലാം കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നു. കൃത്യമായി ദിലീപിന്റെ പങ്ക് തെളിയിക്കുന്ന രേഖകളോ അല്ലെങ്കിൽ തെളിവുകളോ നൽകാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷനെയും അതുപോലെ തന്നെ പോലീസിനെയും വലിയ രീതിയിൽ കോടതി വിമർശിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഇത് സർക്കാരിന് വലിയ തിരിച്ചടിയായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു നിയമോപദേശം സമർപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രോസിക്യൂഷൻ വളരെ വിശദമായ ഒരു നിയമോപദേശം സമർപ്പിച്ചത്. ഈ നിയമോപദേശത്തിലാണ് കോടതി വിധിയെ പൂർണ്ണമായും വിമർശിക്കുന്നു എന്ന് മാത്രമല്ല, കോടതി വിധിയെ മാത്രമല്ല, ഈ വിധി പറഞ്ഞ ജഡ്ജിയെ പോലും വിമർശിക്കുന്ന രീതിയിലുള്ള ഒരു നിയമോപദേശമായിരുന്നു പ്രോസിക്യൂഷൻ നൽകിയത്. ഈ നിയമോപദേശം പരിഗണിച്ചുകൊണ്ട്, അതായത് ഈ നിയമോപദേശം പൂർണ്ണമായി മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏതായാലും ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുക. 8ാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെയാണ് അപ്പീൽ സമർപ്പിക്കുന്നത്. തുടർന്ന് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള അനുമതി കൂടിയാണ് നിലവിലിപ്പോൾ സർക്കാർ പ്രോസിക്യൂഷന് നൽകിയിരിക്കുന്നത്. സുരേഷ്, നടിയെ ആക്രമിച്ച കേസിൽ അപ്പീൽ പോകാനാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെയാണ് അപ്പീൽ നൽകുക. സർക്കാർ ഉത്തരവിന്റെ പകർപ്പാണ് ജനം ടിവിക്ക് ലഭിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓൺ ജനം. വിശദാംശങ്ങളാണ് ആ രാജ്യവും നൽകിയത്.